പക്ഷേ ഈ സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള തൃശ്ശൂരിലെ സാംസ്കാരിക നായകർ സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതും വിമർശനവും വേണമല്ലോ. എല്ലാവരും സ്തുതിച്ചാൽ പോരല്ലോ. വിമർശനങ്ങൾ ഉൾക്കൊള്ളാനുള്ള വിശാലമായ ജനാധിപത്യ ബോധം ഇടതുപക്ഷത്തിനുണ്ട്. വലിയ വിമർശനങ്ങളെ ഒരിക്കലും സച്ചിദാനന്ദ മാഷ് ആദ്യം തള്ളി പറഞ്ഞപ്പോൾ സച്ചിദാനന്ദ മാഷ് പറഞ്ഞതിൽ പോസിറ്റീവായ കാര്യങ്ങൾ തുടർഭരണം വേണ്ട എന്നുള്ള മാഷ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കില്ല. മാഷോട് തന്നെ പറഞ്ഞു. മറ്റു മാഷ് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. തുടർഭരണം ഉണ്ടായാലേ പാവപ്പെട്ട മനുഷ്യർ മറ്റിപ്പോൾ ജനാധിപത്യ കക്ഷി തന്നെയാണ് കോൺഗ്രസ് മോശം കക്ഷിയാണ് അഭിപ്രായമില്ല. പക്ഷെ അവരുടെ സാമ്പത്തിക മുൻഗണനകൾ വേറെയാണ്. പാവപ്പെട്ടവരും ദുഃഖമനുഭവിക്കുന്നവരായ ആളുകൾക്ക് അവരുടെ ഇപ്പം ഉദാരീകരണം ആഗോളീകരണമൊക്കെ കൊണ്ടുപോകുന്നത് കോൺഗ്രസ്സാണ്. അതാണ് BJP ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ അങ്ങനത്തെ ഒരു നയമല്ല പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുന്നത്. അത് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷമാണ്. പോരായ്മകളുണ്ടാവും. എല്ലാം നിറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സർക്കാരില്ല. വിമർശിക്കണം. ആ വിമർശനത്തെ ഇടതുപക്ഷം ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ. സച്ചിദാനന്ദ മാഷെ ആരും ശത്രുവായിട്ട് കണ്ടിട്ടില്ല, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങളെടുക്കും. തുടർഭരണത്തിന് വേണ്ടി ഞങ്ങൾ